നമ്മൾ ക്രിസ്മസ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് കാണിക്കും. ഇത്രയും ഗിഫ്റ്റ് ഞാൻ ധർമാക്കോൾ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ധർമാക്കോൾ വെച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മളൊരു ധർമാക്കോൾ എടുത്തിട്ടുണ്ട്. രണ്ട് തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ജിൽട്ട് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നൂല് വെച്ചിട്ടാണ്, ഇത് നൂലാണ്, ഗോൾഡൻ നൂല്. അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ധർമാക്കോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ കുറിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കുട്ടിയായിട്ട് സ്റ്റാർ ഉണ്ടാക്കിയാണ്. ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, സൂപ്പറായ. ഇനി അടുത്തത് നമ്മൾ പുൽക്കൂടാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കാവ്യ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. കാവ്യ എങ്ങനെ പുൽക്കൂടാക്കുന്ന? നീ എന്താ അത്? വേലി ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് കാർഡ്ബോർഡ് വെച്ചിട്ടാട്ടോ ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ആക്കിയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. പുൽക്കൂട് സെറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി, രാത്രി ആയിപ്പോയി. കാരണം ഞങ്ങൾ വൈക്കോലൊക്കെ പോയി എടുത്തു കൊണ്ടുവന്നതിന് ശേഷം കേട്ടോ ഇതൊക്കെ റെഡിയാക്കുന്നത്. അപ്പം ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ പുറകിൽ ആ ജനൽ വന്നിട്ട് ഞാൻ വടി വെച്ചിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഇനി ഇത് വന്നിട്ട് അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടോ. ഇനി അതും കൂടി വെച്ച് കൊടുത്താൽ അപ്പോൾ നമ്മുടെ പുൽക്കൂടും ട്രീയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പുൽക്കൂടിലോട്ട് നമുക്ക് യേശു ക്രിസ്തുവിനെയൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.